ജെയിംസ് അജിത്ത്, അവിടെ NDA സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. 8500 വോട്ട് എന്ന കഴിഞ്ഞ തവണത്തെ നിലനിർത്താൻ NDA സ്ഥാനാർത്ഥിക്കാകുമോ? NDA സ്ഥാനാർത്ഥിക്ക് ആ വോട്ട് നിലനിർത്താനായില്ല എങ്കിൽ, അവിടെ ചോർച്ച ഉണ്ടാകുന്നു എങ്കിൽ അത് ഗുണകരമായി മാറുക ആർക്കായിരിക്കും? രേണുക, ഈ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ഇവിടെ ഒരു കീ ഫാക്ടർ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJPക്ക് പൊതുവിൽ ദുർബലമായ വോട്ടിംഗ് സംവിധാനമുള്ള ഒരിടമാണ് നിലമ്പൂർ. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. മുമ്പ് പാർലമെന്റിലേക്ക് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 17,000-ൽ പരം വോട്ടുകൾ ഇവിടെ പിടിച്ചു എന്നത് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന ഒരു ചിത്രമായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കൊണ്ടൊന്നും അവകാശപ്പെടാൻ BJPയെ സംബന്ധിച്ച് ഇവിടെ ഇല്ല എന്ന ഒരു വസ്തുതയുണ്ട്. പക്ഷേ BJP മുമ്പ് സമാഹരിച്ച വോട്ടുകൾ സമാഹരിച്ചില്ലെങ്കിൽ ആ വോട്ട് ആർക്ക് ചോരുമെന്നത് ഒരു കീ ഫാക്ടറാണ്. അത് ചെറുതെങ്കിലും ആ വോട്ടുകൾ നിർണായകമാണ്. അതൊരു പക്ഷേ സ്വരാജിന് ലഭ്യമാകുമോ എന്ന മറുചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു പോകാവുന്ന പരാമർശിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം BJP വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ വിദൂരമായെങ്കിലും BJPയുടെ ചോർച്ച ഉണ്ടാവുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ CPM മുന്നിൽ കാണുന്നുണ്ടാവാം. പക്ഷേ ഇന്ന് രാവിലെയും PK കൃഷ്ണദാസിനെ പോലെയുള്ള BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുമെന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. BJP ഒരു കീ ഫാക്ടറല്ല മണ്ഡലത്തിൽ. പക്ഷേ BJPയിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ അങ്ങനെ സംഭവിച്ചാൽ അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകം അതായി മാറുകയും ചെയ്യും. BJPയുടെ വോട്ടുകൾ ചോരുമോ? അൻവർ 10,000-ന് മുകളിൽ വോട്ട് പിടിക്കുമോ? ഇതൊക്കെ മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. വിധി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി അത് മാറുകയും ചെയ്യും. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, അനുമോദ്, നിലമ്പൂരിലെ ജനങ്ങളെ നമ്മൾ നേരിട്ട് കണ്ട് അവരോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ വിട്ടു പറയില്ല. പക്ഷേ അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്, അവർക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്. പക്ഷേ അത് പൊതു ഇടത്തിൽ ചർച്ചയാക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇതിനോടകം വിധി എഴുതിയിട്ടുണ്ടാകാം. നാളെ അവർ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം നിശബ്ദമായി ആലോചിച്ച് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെത്തിയവർ വോട്ട് രേഖപ്പെടുത്തും. നമ്മൾ അത് അറിയണമെങ്കിൽ 23 വരെ കാത്തിരുന്നേ മതിയാകൂ. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്കത് വ്യക്തമാകൂ. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. അവരെ നിരന്തരം കാണുന്ന റിപ്പോർട്ടർ എന്ന നിലയിൽ അനുമോദൻ എന്താണ് പറയാനുള്ളത്? നിലമ്പൂർ ജനത ആളുകളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു നിസ്സംഗത വോട്ടർമാർക്കുണ്ടോ എന്നൊരാശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ 6 മാസം മാത്രം കാലാവധിയുള്ള ഒരു സാമാജികൻ. അപ്പോൾ ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ എത്ര പേർ വോട്ട് ചെയ്യാൻ വരുമെന്ന ചോദ്യം അത് എല്ലാ മുന്നണികൾക്കും ഒരുപോലെയുള്ള കാര്യമാണ്. അതിനു പുറമെ കാലാവസ്ഥ, ഈ 2 ഘടകങ്ങൾ പോളിംഗ് ശതമാനത്തെ സ്വാധീനിക്കുന്ന ഒന്നാകും. നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഒരു ഭരണത്തിനെതിരെ എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ, ഭരണത്തിനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസാന അവസരമാണ് ഇത് എന്നുള്ളത് ശരി തന്നെയാണ്. അതുതന്നെ സർക്കാരിൻ്റെ ഗുണഭോക്താക്കൾക്കും ഈ ഒരു അവകാശവാദം ഉന്നയിക്കുക, സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് ഇതൊരു അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണെന്ന വികാരം പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുത. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ആവേശവും അത് റോഡ് ഷോയിൽ ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട ഗംഭീരമായിട്ടുള്ള പ്രകടനമൊന്നും നിലമ്പൂരുകാരുടെയാണെന്ന് മുഴുവനൊന്നും വിലയിരുത്തരുത്. നിലമ്പൂരുകാർ ഒരുപക്ഷെ ഇതിലൊന്നും പങ്കാളിയാവണമെന്നില്ല. അവരുടെ പ്രശ്നങ്ങളുമായി മുൻനിർത്തി അവർ ഇപ്പോഴും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പോലും ആലോചിക്കും. നിലമ്പൂരിൽ എപ്പോഴും പോളിംഗ് ശതമാനം 80-ന് മുകളിൽ പോയിട്ടില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആളുകളുടെ വോട്ടിങ്ങിനോടുള്ള ഈ ഒരു സംവിധാനത്തോട് നിസ്സംഗതയായിട്ട് തന്നെ കാണാം. അപ്പോൾ നിലമ്പൂരുകാരുടെ മനസ്സിൽ എന്ത് എന്നുള്ളതിന് നമുക്ക് ഇപ്പോഴൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഈ അപ്രതീക്ഷിതമായ പലതും നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാത്തുവച്ചിരിക്കാം. ഒന്നുറപ്പാണ്, നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചൂണ്ടുവലയാകും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സിഗ്നൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു മനസ്സ് എന്നത് പറയുന്നതിനുള്ള ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കാണാം.
പിടിതരാത്ത നിലമ്പൂരുകാരുടെ മനസ്സുപോലെ പ്രവചനാതീതമാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എന്താണ് നിലമ്പൂരുകാർ ആരെയാണ് കൊള്ളുന്നത്, ആരെയാണ് തള്ളുന്നത് എന്നറിയാൻ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അവർ നാളെ ഒരു ദിവസത്തെ നിശബ്ദമായ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ അവരുടെ വിധി രേഖപ്പെടുത്തും. അത് 23-ന് നമുക്ക് അറിയാം. എന്തായാലും അതുവരെ കാത്തിരിക്കണം. മുന്നണികളും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എങ്കിൽ പോലും. നിലമ്പൂർ അംഗം